ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ ആദ്യ ചാപ്റ്റർ പുതിയ പാഠപുസ്തകമാണ്. അതിലെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ യൂണിറ്റ് ഇക്കായി 4th യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ ഇച്ചു ഓർ ബിനിയ. ഒരു സ്റ്റോറിയാണ്, ശശി സബ്ലോഗിൻ്റെ സ്റ്റോറിയാണ് ഇച്ചു ഓർ ബിനിയ. ഇതിൻ്റെ 2ാമത്തെ ക്ലാസ്സാണ് ഇത്. നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മളിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും മലയാളം എക്സ്പ്ലനേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇച്ചു ഓർ ബിനിയയുടെ 2ാമത്തെ ക്ലാസ്സാണ്, ഇച്ചു ഓർ ബിനിയ. ആദ്യത്തെ ക്ലാസ്സിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ. അപ്പോൾ ഇച്ചു ഓർ ബിനിയ നോക്കാം നമുക്ക്. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നതിനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇച്ചു ഓർ ബിനിയ യൂണിറ്റ് 4 ആണ്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റിൽ വരുന്നത് പഹചാനെ അഭിനയ് കരേ എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ക്യാരക്ടേഴ്സിൻ്റെ പേര് കോൺവെർസേഷൻ എഴുതാൻ തന്നിട്ടുണ്ട്. ഒരു ബോക്സിൽ ഒരു 6 ഡയലോഗ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പാഠത്തിലുള്ളത് തന്നെയാണ്. അത് ആര് പറയുന്നു നമ്മൾ എഴുതണം. ആ കഥാപാത്രം 2 പേരേ ഉള്ളൂ, ഇച്ചു ഓർ ബിനിയ. ഇച്ചു പറയുന്ന ഡയലോഗ്, ബിനിയ പറയുന്ന ഡയലോഗ്. ഇത് ആദ്യം നമ്മൾ എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. ബിനിയ പറയുന്നതാണ്, മേ അക്കേലെ നെഹി ഹം ബഹുത് സാരി ചീണ്ടിയം ആയെങ്കി. ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒരുപാട് ഉറുമ്പുകൾ വരും. ഇച്ചു, ഹൂ അരെ നെഹി ഗുദ്ഗുദി ഹോഗി. അയ്യോ വേണ്ട, ഇക്കിളിയാകും എന്ന് പറയാണ്. അപ്പോൾ അടുത്തതും ഇച്ചുണ്ട് തന്നെ ഡയലോഗാണ്, മേ ഗന്ന ബൻ ജാത്താഹും. ഞാൻ കരിമ്പാവും. ബിനിയുടെ ഡയലോഗാണ്, ഗുദ്ഗുദി നെഹി ഹോഗി. ഇക്കിളി ഒന്നും ആവില്ല. ദെൻ ഇച്ചുവിൻ്റെ ഡയലോഗ് തന്നെയാണ്, ദോനും സാത്ത് സാത്ത് രഹേങ്കി. ഒരുമിച്ച് ഇരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ആണ് അതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് സംജയ് ലിഗയാണ്, മേ തോ 22 ബനൂങ്ക തബ് തോ മേ ചീണ്ടി ഹോങ്കി. അപ്പോൾ ഇതുപോലുള്ള വേർഡ്സ് അതിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്രാമറാണ്. അപ്പോൾ തോ തൂ ദൂത് പീനെ ആന. അപ്പോൾ ഈ മേ തോ തബ് തോ അങ്ങനെ വരുന്ന വേർഡ്സ് ആണ് ഇതിൽ വരിക. नहीं नहीं, अपन तो बिनिया इच्छु ही बनकर रहेंगे, पर तब तो मैं चींटी होंगी. അതായതുള്ളതാ, मैं तो चींटी ही बन जाता हूँ. तू तो गन्ना होगा, तब तो मुझको भी चींटी बननी है. ആ തോ എന്ന ഗ്രാമർ വരുന്നതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. കണ്ടല്ലോ അല്ലേ? നെക്സ്റ്റ് വരുന്നത് കോൻ ബോല എന്നാണ്. ആര് പറഞ്ഞു എന്ന്. നമുക്കവിടെ ഒരു 4 സെന്റൻസ് തന്നിട്ട് ഇത് ആര് പറയുന്നു എന്ന് മാത്രം എഴുതിയാൽ മതി. നോക്കാം. മേ ചീണ്ടി ബന്ന ചാത്തി ഹൂം. അത് ബിനിയ പറയുന്നതാണ്, ഞാൻ ഉറുമ്പാവാൻ ആഗ്രഹിക്കുന്നു. മേ ഗന്ന ബൻ ജാത്താ ഹൂം. ഞാൻ കരിമ്പാകും. ഇച്ചു പറയണതാണ്. മുജ്കോ പാനി മേ മസേ സേ പടേ റഹന അച്ഛാ ലഗ്താ ഹൈ. ദെൻ ഇച്ചു പറയുന്നതാണ്, ഹം ബഹുത് സാരി ചീണ്ടിയം ആയെങ്കി. ബിനിയ പറയുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അവിടെ ചീണ്ടി, അതുപോലെ ബൈൻസ്, ഉറുമ്പിൻ്റെയും പോത്തിൻ്റെയും അതിൻ്റെ ഫീച്ചേഴ്സ് ആണ് തന്നിരിക്കുന്നത്. മേ ചീണ്ടി ഹൂം, ചീണ്ടിയ മിൽക്കർ ഗാത്തി ഹെ, ഗർ ബനാത്തി ഹെ ഓർ മിൽക്കർ രഹത്തി ഹെ. എന്താണ്? ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് വീടുണ്ടാക്കുന്നു, ഒരുമിച്ച് ആണ് എപ്പോഴും ഉണ്ടാവുക ഉറുമ്പുകൾ. അതുപോലെ ബൈൻസ്, പോത്തിൻ്റെ കാര്യമാണെങ്കിൽ പോത്ത് മേ ബൈൻസും മുജെ പാനിമേം പടേ രഹന അച്ഛാ ലഗ്താ ഹെ. വെള്ളത്തിൽ കിടക്കാനാണല്ലോ പോത്തുകൾക്ക് ഇഷ്ടം അല്ലേ? അതുപോലെ നമുക്കിവിടെ പേട്, ചിടിയ, നദി 3 എണ്ണം തന്നിട്ടുണ്ട്. മരം, പക്ഷി, റിവർ അല്ലേ, നദി. അപ്പോൾ നമുക്ക് ഈ 3 എണ്ണത്തിൻ്റെയും ഇതുപോലെ ഓരോ ഫീച്ചേഴ്സ് എഴുതണം. അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ചൊരു ടിപ്പണി എഴുതണം. നിങ്ങൾക്ക് പേടിനെ കുറിച്ച് എഴുതാം, ചിടിയെ കുറിച്ച് എഴുതാം, നദീനെ കുറിച്ച്, ഏതിനെ കുറിച്ച് വേണമെങ്കിലും എന്തെഴുതണം? ടിപ്പണി എഴുതണം കേട്ടോ. ഒരു പാരഗ്രാഫ് അതിനെക്കുറിച്ച് എഴുതുക. അപ്പം ഞാനിവിടെ പേട്, ചിടിയ, നദി 3നെ കുറിച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിന് എടുത്ത് എഴുതാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഓരോന്നിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. പേടിൻ്റെ നോക്കാം. മേ പേഡ് ഹൂം അവർ തന്നിട്ടുണ്ട്. മേ ആപ്കോ എന്നുള്ളത് ഞാനിവിടെ ലോഗോങ്കോന്ന് ആക്കിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ആപ്കോ തന്നെ എഴുതാം കേട്ടോ. മേ ആപ്കോ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. മേ ആപ്കോ എന്നാണെങ്കിൽ ഇവിടെ ഈ കോ വേണ്ട കേട്ടോ. മേ ലോഗോങ്കോ ചായ ഓർ ഫൽ ബി ദേത്താ ഹൂം.
അപ്പോൾ അല്ലെങ്കിൽ മേ ആപ്കോ ചായ ഓർ ഫൽ ഭി ദേത്താ ഹൂ മാറ്റുക. അടുത്തത് മേ ലോഗോं को ഓക്സിജൻ ദേത്താ ഹൂ, ഞാൻ എന്ത് തരുന്നുണ്ട്? ഓക്സിജൻ അല്ലേ, മരങ്ങളില്ലെങ്കിൽ ഓക്സിജൻ ഇല്ല, ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ കഴിയില്ല. അടുത്തത് ചിടിയുടെ കാര്യമാണെങ്കിൽ മേ ചിടിയാഹും, ഞാനൊരു പക്ഷിയാണ്. മേ ആസ്മാൻ മേ ഉടുത്തിഹും, ആകാശത്തിൽ പറന്നുയരുന്നു. മേ പേടോം പർ ഗോസല ബനാത്തിഹു, ഞാൻ മരത്തിൽ കൂടുണ്ടാക്കുന്നു. നെക്സ്റ്റ് വരുന്നത് മേ നദീഹുമാണ്, ഞാനൊരു റിവറാണ്. മേ പഹാഡോം സെ നികൽത്തി ഹൂ ഓർ സാഗർ തക് ജാത്തി ഹൂ, ഞാൻ മലയിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്, എന്നിട്ട് എവിടേക്കാണ് പോയി ചേരുന്നത്? സീലെ, അതായത് സമുദ്രത്തിലേക്ക്, കടലിലേക്ക് പോയി ചേരുന്നു. മേ ലോഗോं को पीने का पानी देता हूँ, ഞാൻ ആളുകൾക്ക് കുടിക്കാൻ എന്ത് കൊടുക്കുന്നുണ്ട്? പാനി, വെള്ളം നൽകുന്നു. അപ്പൊ ഈ 3 പേട്, ചിടിയ, നദീനെ കുറിച്ചുള്ള ഫീച്ചേഴ്സ് നമ്മൾ എഴുതി. ഇനി ഇതിന്റെ പാരഗ്രാഫിലേക്ക് നമുക്ക് പോവാം. നോക്കാം പാരഗ്രാഫ്. ഓക്കെ, അതിൽ പാരഗ്രാഫ് വരുന്ന ഇവിടെയാണ്, നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് പേടിനെ കുറിച്ചാണ്. मैं एक पेड़ हूँ, मैं लोगों को ऑक्सीजन देता हूँ जिसके बिना कोई भी जीवित नहीं रह सकता. मैं लोगों को छाया और फल भी देता हूँ. मेरे ऊपर कई पक्षी अपना घर बनाते हैं. मैं मिट्टी को कटाव से बचाता हूँ और बारिश लाने में भी मदद करता हूँ, लेकिन लोग मुझे काटते हैं जिससे पर्यावरण को नुकसान होता है. मैं चाहता हूँ कि ലോഗ് മുझे ബച്ചായെ और अधिक से अधिक पेड़ लगाए. ഇവിടെ ഈ ബച്ചായ എന്ന് പറയുന്നതിൽ ഒരു ചന്ദ്രക്കലയും കുത്തുവാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ എന്താണ്? ഞാനൊരു മരമാണ്, ഞാൻ ആളുകൾക്ക് ഓക്സിജൻ നൽകുന്നു. ആളുകൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ ജീവജാലങ്ങൾക്കും ഓക്സിജൻ ആവശ്യമാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ജിസ്കെ ബിന ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ ചായ പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ, നമുക്ക് തണൽ നൽകുന്നു. പിന്നെ പഴങ്ങൾ നൽകുന്നു. പിന്നെ എൻ്റെ മേലെയാണ് പക്ഷികൾ എന്ത് ചെയ്യണം? കൂട് കൂട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ മഴ വരാൻ സഹായിക്കുന്നു. പക്ഷെ എന്നിട്ടും ആളുകൾ എന്നെ മുറിക്കുന്നു അല്ലെ, കട്ട് ചെയ്ത് വിടുന്നുണ്ട്. അത് പ്രകൃതിക്ക് ഭയങ്കര ദോഷമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അധികം മരങ്ങൾ ആളുകൾ വെച്ച് പിടിപ്പിക്കണമെന്നാണ്. ഇത് മരത്തിൻ്റെ ടിപ്പണിയാണ്. നെക്സ്റ്റ് ചിടിയെ നോക്കാം. मैं एक छोटी चिड़िया हूँ, ഞാനൊരു ചെറിയ പക്ഷിയാണ്. मैं सुबह जल्दी उठकर चहचहाती हूँ और लोगों को जगाती हूँ. ഞാൻ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ട്, ഈ പക്ഷികളുടെ ആ ചലിക്കുന്ന സൗണ്ടാണ് കേട്ടോ ചഹചഹാത്തി എന്ന് പറയുന്നത്, അത് കേട്ടാണ് പല ആളുകളും എഴുന്നേക്കുന്നതെന്ന് പറയുന്നു. मैं आसमान में उड़ती हूँ और मेरा कोई घर नहीं होता. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആകാശത്തിൽ പറക്കുന്നു, എനിക്ക് പ്രത്യേകിച്ച് വീടൊന്നുമില്ല, മരങ്ങളിൽ തന്നെയാണ് കൂടുണ്ടാക്കണം അല്ലേ. मैं पेड़ों पर अपना घोंसला बनाती हूँ. मैं फल और अनाज ഗാത്തി ഹൂ. പിന്നെന്താ? ഞാൻ കഴിക്കുന്ന എന്താ? പഴങ്ങളും അനാജും ഒക്കെയാണ് കഴിക്കുന്നത്, ധാന്യങ്ങളും ഒക്കെ. मैं बहुत खुश रहती हूँ लेकिन मुझे डर लगता है कि कहीं कोई मुझे पकड़ न ले. അപ്പം എന്താണ്? ഞാൻ വളരെ സന്തോഷത്തിൽ തന്നെയാണ്, പക്ഷെ എനിക്ക് പേടിയാവാറുണ്ട് ആരെങ്കിലും എന്നെ പിടിച്ചാലോ. मैं चाहती हूँ कि लोग मुझे प्यार करें और मेरा ध्यान रखें. അപ്പം ഞാൻ എന്താ ആഗ്രഹിക്കുന്നുണ്ട്? ആളുകൾ എന്നെ സ്നേഹിക്കണമെന്നും എന്നെ ശ്രദ്ധിക്കണമെന്നും ആഗ്രഹിക്കുന്നു. അടുത്ത നദിയുടെയാണ്. मैं एक नदी हूँ, मैं पहाड़ों से निकलती हूँ और सागर तक जाती हूँ. ഞാൻ എവിടെ നിന്ന്? മലയുടെ മുകളിൽ നിന്ന് ഉത്ഭവിച്ച് സീൽ അല്ലെങ്കിൽ എവിടെയാണ്? കടലിൽ പോയി ചേരുന്നു. मैं रास्ते में कई गांव और शहरों से होकर गुजरती हूँ. मैं लोगों को पीने का पानी देता हूँ और खेतों की सिंचाई में मदद करती हूँ. ആളുകൾക്ക് കുടിക്കാൻ വെള്ളം നൽകുന്നു, അതുപോലെ തന്നെ കൃഷിക്ക് സഹായിക്കുന്നു. मेरे पानी से बिजली भी बनती हूँ. ഞാൻ എൻ്റെ വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. लेकिन लोग मुझे गंदा करते हैं. പക്ഷെ ആളുകൾ എന്നെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. എന്തൊക്കെ ചെയ്തിട്ടും മനുഷ്യർ എന്ത് ചെയ്യണം? മലിനപ്പെടുത്തുകയാണ് നദികളെന്നാ പറയുന്നത്. ജിസ്സെ മേരാ പാനി ഖരാബ് ഹോ ജാത്താ ഹൈ. എൻ്റെ വെള്ളം നശിച്ചു പോകുന്നു. मैं चाहता हूँ कि लोग मुझे साफ रखें ताकि मैं हमेशा बहती रहूं. ഞാൻ ആഗ്രഹിക്കുന്നു ആളുകൾ എന്നും എന്നെ ശുദ്ധമായിട്ട് പൊല്യൂട്ട് ചെയ്യാണ്ട് ക്ലീൻ ആക്കി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ 3. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഞാൻ 3 തന്നേ ഉള്ളൂ. ചിടിയ, അതുപോലെ പേട്, ഏത് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇനി നമുക്ക് പോസ്റ്റർ ആണുള്ളത്. പോസ്റ്റർ പറയാം.
ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് പഴയ സംജയ് എന്ന് പറഞ്ഞിട്ട് അവർ തന്നിരിക്കുന്നു ചീണ്ടിയാ മിൽക്കർ ഗാത്തി ഹെ, മിൽക്കർ ഗർ ബനാത്തി ഹെ, മിൽക്കർ രഹത്തി ഹെ. അതായത് ഉറുമ്പുകൾ എപ്പോഴും എന്ത് ചെയ്യണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് കൂടുണ്ടാക്കണം, ഒരുമിച്ച് ജീവിക്കുന്നു അല്ലേ. ഇത് വെച്ചിട്ട് എന്തോ ഒരു യൂണിറ്റി ആണ് കാണിക്കുന്നത്. എന്താണ്? ഏകത അല്ലെ, ഒരുമയാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. ഏകതാമേ ബൽഹെ എന്നാണ് വിഷയം. യൂണിറ്റി ഈസ് സ്ട്രെങ്ത് നമ്മൾ ഇംഗ്ലീഷിൽ കേട്ടിട്ടില്ലേ, ഒരുമ തന്നെയാണ് അല്ലെ. അപ്പോൾ ഐക്യമദ്യം മഹാബലം എന്നൊക്കെ പറയുന്നത് നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവും. അത് തന്നെയാണിത്, ഏകതാമേ ബൽഹെ. ഇതിൽ ഞാൻ നിങ്ങൾക്ക് 2 പോസ്റ്റർ തരുന്നുണ്ട്, നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ പോസ്റ്റർ ഇതാണ്. നിങ്ങൾ എപ്പോഴും ഒരു ചിത്രം വരയ്ക്കുക കേട്ടോ. പോസ്റ്റർ എഴുതുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പിക്ചർ വരയ്ക്കുക, എന്നിട്ട് നിങ്ങളൊരു ഹെഡിങ് കൊടുക്കുക. അവർ തന്നിട്ടുണ്ട് ടൈറ്റിൽ ഏകതാമയം ബൽഹെ എന്ന് കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു കോട്ടിങ്സ് അല്ല എന്താണോ കണ്ടന്റ് അത് എഴുതുക. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ജിസ് തര ചീണ്ടിയ മിൽക്കർ അപ്പന ഗർ ബനാത്തി ഹെ ഉസി തര ഹം ഭി മിൽക്കർ ബഡേ കാം കർ സക്തേ ഹെ. ഇത് നിങ്ങൾക്ക് ആദ്യത്തെ പോസ്റ്ററായിട്ട് എഴുതാവുന്നതാണ്. ഇത് ഫസ്റ്റ് പോസ്റ്റർ കേട്ടോ. ഞാൻ 2 പോസ്റ്റർ നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട്. രണ്ടാമത്തെ പോസ്റ്ററിൽ സെന്റൻസ് വേറെയാണ് കേട്ടോ. സെന്റൻസ് ഞാൻ മാറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ഏകതാമയം ബൽഹെ എന്ന് ഹെഡിങ് കൊടുക്കുക. ബൽ അല്ലെങ്കിൽ ശക്തി എന്ന് എഴുതാം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഏകതാമയം ശക്തി ഹേ എന്ന് എഴുതാം. ഏകതാ സേ ഹി हर मुश्किल आसान होती है या जब हम एक साथ होते हैं तो कोई भी हमें हरा नहीं सकता. ഒരുമിച്ചാണെങ്കിൽ നമുക്ക് ഏത് കടമ്പയും കടക്കാം അല്ലെ. എല്ലാ ടഫായിട്ടുള്ള കാര്യം ഈസി ആയിട്ട് ചെയ്യാം. എല്ലാവരും ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ നമ്മളെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പിക്ചർ വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ആക്ടിവിറ്റീസ് വരുന്നത്. നമ്മൾ പേടും ചെടിയും നദിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഇച്ചു ഓർ ബിനിയ ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ആണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.